എന്താ ഇന്ന് നമ്മൾ പഠിച്ചത്? എന്തുകൊണ്ടാണ് നമ്മുടെ കസ്റ്റമർ നമ്മെ ഇട്ടേച്ചു പോകുന്നത്? 1% നമ്മൾ പഠിച്ചു. എന്താണ് അവർ വരാത്തത്? അവർ മരണപ്പെട്ടു പോയ കസ്റ്റമേഴ്സാണ്. അവർ വരില്ല. ആ 1% വിട്ടേക്ക്. ബാക്കി വരുന്ന 3%, ആ 3% നമ്മെ വിട്ടിട്ട് പോകുന്നത് അവർ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ അവർ പോയി. ഈ ഇൻഡസ്ട്രിയിൽ അവരില്ല, അതുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് വരാത്തത്. ബാക്കി വരുന്ന 5%, എന്തുകൊണ്ടാണ് ഈ 5% കസ്റ്റമർ നമ്മുടെ അടുത്ത് വരാത്തത്? വീണ്ടും അവരുടെ ഫ്രണ്ട്സ് ഇതേ പ്രൊഡക്റ്റോ സർവീസോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കും. അപ്പോൾ 1% കഴിഞ്ഞു, 3% കഴിഞ്ഞു, 5% കഴിഞ്ഞു. ഇനി വരുന്നത് 9%. എന്തുകൊണ്ടാണ് 9% കസ്റ്റമർ നമ്മളിൽ നിന്ന് വരാത്തത്, ഇട്ടിട്ട് പോകുന്നത്? ദ കസ്റ്റമർ പെർസ്വേഡഡ് ടു കോമ്പറ്റീറ്റർ. ആ 9% കസ്റ്റമറെ നമ്മുടെ കോമ്പറ്റീറ്റർ റാഞ്ചിക്കൊണ്ടുപോയി. അതുകൊണ്ടാണ് അവർ വരാത്തത്. അപ്പോൾ നമ്മൾ ഓരോ പെർസെൻറ്റേജ് വൈസ് നമ്മൾ വിലയിരുത്തുകയാണ് എന്തുകൊണ്ട് വരാത്തത്. കസ്റ്റമറെ നിലനിർത്തുന്ന ആദ്യം നമ്മൾ എന്താണ് വരാത്തതെന്ന് മനസ്സിലാക്കണം. വീണ്ടും വരുന്ന 14%, 14% ഓഫ് അവർ കസ്റ്റമർ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ഡിസാറ്റിസ്ഫൈഡ് ആണ്. ആ ഡിസാറ്റിസ്ഫൈഡ് ആയതിനെ കൊണ്ടാണ് നമ്മുടെ കസ്റ്റമർ നമ്മെ ഇട്ടിട്ട് പോകുന്നത്. ലാസ്റ്റ് വരുന്ന, ഇപ്പോൾ നമ്മൾ 1% എന്താ നോക്കി, 3% എന്താ വരാത്തതെന്നറിയാം, 5% എവിടെ പോയിന്നറിയാം, 14% നമ്മൾക്ക് കൃത്യമായ കണക്ക് നമുക്ക് കിട്ടി. ഇനി 68% കസ്റ്റമർ എന്തുകൊണ്ട് നമ്മെ ഇട്ടേച്ചു പോകുന്നു? ഈ സ്റ്റഡി പറയുന്നത് അവർക്ക് നമ്മൾ കെയർ കൊടുക്കുന്നില്ല, അവരെ ടച്ച് ചെയ്യുന്നില്ല. നമ്മുടെ കസ്റ്റമറോട് ഒരു വിളി, ഒരു മെസ്സേജ്, അതല്ലെങ്കിൽ അവരോടൊരു ശ്രദ്ധ, അതാണ് 68%. 100% സ്റ്റഡീസ് പറയുന്നത് 68% നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ വിട്ടുപോകുന്നത് നിങ്ങളുടെ ഒരു ടച്ച് കിട്ടാത്തതിനെ കൊണ്ടാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇത് വിലയിരുത്തിയിട്ടുണ്ടോ? ഈ ഒരു സ്റ്റഡി നിങ്ങൾ വീക്ഷിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോണിറ്റർ ചെയ്തിട്ടുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരു കസ്റ്റമറെ നമ്മൾ വന്നു കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശവും ലക്ഷ്യവും. എന്തിന്? കാരണം ഒരു പുതിയ കസ്റ്റമറെ കൊണ്ടുവരാൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വാല്യൂ വെരി ഹൈ ആണ്. അപ്പോൾ ഉള്ള കസ്റ്റമറെ നിലനിർത്തിയിട്ടുണ്ടോ? നിങ്ങളോടാണ് ചോദ്യം. താങ്ക് യു.